നേതാവിനെ തെരഞ്ഞെടുത്തു. എപ്പോ? ഇപ്പോ. അതെങ്ങനെ തീരുമാനം അടുത്ത ആഴ്ച അറിയിക്കാമെന്നല്ലേ കൈമൾ സാർ പറഞ്ഞത്. ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്കരുത്, അപകടമാ. എന്താ അപകടം? കൈമൾ സാർ ഇപ്പൊ പാർട്ടി മീറ്റിംഗിലാ. അവിടെ നമ്മുടെ പാർട്ടിയിലെ കരിങ്കാലികൾ പലരും ഉണ്ട്. അവരിപ്പോ ഇത് അറിഞ്ഞാൽ നമുക്കൊരു യമണ്ടൻ പാര വീഴും. നേതാവ് ധൈര്യമായിട്ടിരി, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഇങ്ങനെ പുഞ്ചിരിക്കുന്ന നേതാവിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം. ബാനറും പോസ്റ്ററും ഒക്കെ അടിക്കട്ടെ. പിന്നെ ഞാനിപ്പോ റെഡിയാക്കി തരാം. അവിടെ നിന്നേ, ജനലക്ഷങ്ങൾ നേതാവിനെ കൺകുളിർക്കൊന്ന് കാണാൻ ആരും ചോട്ടിൽ കാത്തിരിക്കുകയാണ്. വേഗം വരണം നേതാവേ, വണ്ടി റെഡി. ഞാനിപ്പോ വരാം. ഇയാളെന്തോന്ന് എനിക്കറിയില്ല. ഇപ്പൊ മിണ്ടാതിരിക്കും. ശരി, എന്നാ പോവാം. ഇതെന്താ ബോംബല്ല, തേങ്ങ. തേങ്ങ? ആ, വിളിദോഷം തീർക്കാൻ വേണ്ടിട്ടേ ആൽത്തറ ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചിട്ട് ശുഭമായിട്ട് അങ്ങ് തുടങ്ങാം. ധീരതയോടെ നയിച്ചോളൂ. ജമന്തിക്കരയുടെ നേതാവേ, പത്രമായിട്ടൊന്ന് പേടിക്കണ്ട. ഈ മഹിളാ മണികൾ അറിയില്ലേ, ഇവരാ നമ്മുടെ ശക്തി കേന്ദ്രങ്ങൾ. ഇത് കുളത്തിങ്കര രാധ, ഇത് KT ഗോമതി, കരിക്കാട്ട് ഗോമതി എന്നറിയപ്പെടും. നേതാവേ, ഞങ്ങളെ കൈവിടല്ലേ. അയ്യോ, അതെങ്ങനെ വിടും? മതി, വിട്. ആൽത്തറ ഗണപതിക്ക് തേങ്ങ കൊടുക്കണ്ട. രാവിലെ വൈകുന്നേരം വിളിച്ചാ പോരെ? വൈകുന്നേരമല്ല, രാവിലെ കൊടുക്കുന്ന തേങ്ങയാണ്. തേങ്ങ പഠിച്ചു പോകും. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി, എത്തി എത്തി. ഇതാണ് ആൽത്തറ അമ്പലം. ഇതാണ് ആലമലക്കി അമ്പലം. ഇനിയിപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ വോട്ടർമാര് കണ്ട എന്റെ രാഷ്ട്രീയ ഭാവി. നിങ്ങളെ ഞാനും വരുന്നു. എന്റെ ഒരു വോട്ടാണ്, അറിഞ്ഞില്ല അവൻ. ചക്കരേ, ഒരു 4 ആനമയക്കി. അണ്ണാ, ആനമയക്കൊക്കെ പണ്ട് ഇത് പുലി മയക്കി. എന്തെങ്കിലും ആവട്ടെ, കൊണ്ടുപോവാ. പുലിമയക്കി എന്താണ് ഒരു എലിയത്ത് നാറ്റം? എലിയല്ലാതെ പിന്നെ പുലിയുടെ കോണ. എലിയായാലും വേണ്ടില്ല, പുലിയായാലും വേണ്ടില്ല, തലയ്ക്കങ്ങോട്ട് പിടിച്ചാ മതി. എന്നാ പിടി. എന്തുവാടാ നോക്കിയിരിക്കുന്നേ? എടാ, നിനക്കൊന്നും മദ്യപിക്കാൻ അറിഞ്ഞൂടാ. ഈ മുളകെടുത്ത് ഈ ഉപ്പിലോട്ടൊന്ന് മുക്കി ഒരൊറ്റ കടി, ഇതെടുത്ത് ഒരൊറ്റ കുടി. കണ്ട കണ്ട, ഇതാ അയ്യോ, ഇവിടെ ഇരുന്നവന്മാരോടെ പോയി.